റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ടെലിഗ്രാമിലെ ഫോട്ടോ വിൽപ്പന കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന സംശയത്തിൽ പോലീസ്. ടെലിഗ്രാം ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് നീക്കം. കേസിലെ പ്രധാന പ്രതി നിതിൻ മോഹൻദാസിനെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം വിശദമായി ചോദ്യം ചെയ്യും. കണ്ണൂർ സ്വദേശിയുടെ പരാതിയിലും അറസ്റ്റുണ്ടാകും. സോണൽ കൃഷ്ണയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സോണൽ കൃഷ്ണ, കൂടുതൽ പരാതികളുണ്ടോ എന്ന് പരിശോധിക്കും. കണ്ണൂർ സ്വദേശിയുടെ പരാതിയിലും അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്ത. ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. ഇനിയിപ്പോ നിതിൻ മോഹൻദാസിനെ ഭയന്ന് പെൺകുട്ടികൾക്ക് കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പ്രേക്ഷകരോടും പറയുന്നത്. ഇപ്പോൾ ഇയാൾ നടത്തിയ കുറ്റകൃത്യം എത്രമേൽ വലുതാണ്, അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. സോണൽ. ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു പ്രതികളുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായി ഇനി പോലീസ് അന്വേഷിക്കുന്നത്. കാരണം ആ ടെലഗ്രാം ഗ്രൂപ്പ് ഏകദേശം 3ഓളം വരുന്ന ഗ്രൂപ്പുകളുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അത് ഒരു ഗ്രൂപ്പിൽ പോലും ഏകദേശം 1000-ൽ കൂടുതൽ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഒരേ മനസ്ഥിതിയുള്ളവരാണ് എന്നുള്ളതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം എന്നുള്ളത്. എന്തായാലും ഈ ഗ്രൂപ്പുകൾ 3 ഗ്രൂപ്പുകളും ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന്റെ പിടിയിലായി. പിന്നീട് തിരിച്ചു വന്ന സമയത്ത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ അത് റിഡ്രൈവ് ചെയ്ത് ലഭിക്കുന്ന മുറയ്ക്ക് അതിൽ ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു കണ്ടെത്തലിന്റെ ആവശ്യം അനിവാര്യമാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ മറ്റേതെങ്കിലും പ്രതികൾ ഈ നിതിൻ മോഹൻദാസിന് പുറകിലുണ്ടോ എന്നുള്ളതും കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ പരാതികൾ ഇയാൾക്കെതിരെ വരാനുള്ള സാധ്യത കൂടി പോലീസ് കണക്കാക്കുന്നുണ്ട്. അങ്ങനെയാണ് പ്രധാനമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ തലത്തിലേക്ക് ഇനി നീങ്ങുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. ഇന്നലെ റിമാൻഡ് ചെയ്ത നിതിൻ മോഹൻദാസ് തിരൂർ സബ് ജയിലിലാണ് നിലവിലുള്ളത്. നാളെയോ മറ്റന്നാളോ നിതിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനുണ്ട്. അതിനിടയിൽ ന്യൂമാഹി പോലീസും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം ന്യൂമാഹിയിൽ പരാതി കൊടുത്തിട്ടുള്ള യുവതിയുടെ കയ്യിലുള്ളത് ഡയറക്റ്റ് തെളിവുകളാണ്. അതായത് ഡയറക്റ്റ് ആയിട്ട് ഈ നിതിൻ മോഹൻദാസും അതുപോലെ തന്നെ ഈ കുട്ടിയുമായിട്ടുള്ള പലതരത്തിലുള്ള ചാറ്റുകൾ ഉൾപ്പെടെ പോലീസിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് തെളിവുകൾ ഉള്ളതിനാൽ എത്രയും പെട്ടെന്ന് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന്റെ അനിവാര്യതയുണ്ട് എന്നുള്ളതാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി സ്ത്രീകൾക്കെതിരായ അതിക്രമം, സ്ത്രീകളെ പിന്തുടരൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ ചുമത്തിയാണ് അവിടെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കോഴിക്കോടും അത്തരത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ പരാതികൾ വരുന്ന മുറയ്ക്ക് കൂടുതൽ കേസുകൾ എടുക്കാനുള്ള സാധ്യത കൂടി പരിഗണിക്കുന്നുണ്ട്. എന്തായാലും ഈ ടെലഗ്രാം ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി അന്വേഷണം. മറ്റേതെങ്കിലും പ്രതികൾ ഇതിന് പുറകിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. കാരണം ഇപ്പോഴും ഈ കുട്ടികളൊന്നും പൂർണ്ണ തോതിൽ സേഫ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എത്രത്തോളം ആളുകളുടെ ഫോട്ടോ ഇയാൾ പകർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ആ ഫോൺ ആദ്യഘട്ടത്തിൽ പരിശോധിച്ചപ്പോൾ 70,000 ഫോട്ടോസാണ് അതിൽ നിന്ന് റിഡ്രൈവ് ചെയ്തെത്തിയത്. അത് ക്രോസ് ചെക്ക് ചെയ്ത് പരിശോധിച്ച് വരുന്ന മുറയ്ക്ക് ഇനിയും അതിൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും ഇനി ആരെങ്കിലും പ്രതികളായിട്ടുണ്ടോ എന്നുള്ള പരിശോധന അത് വലിയ തോതിൽ നടക്കുന്നുണ്ട്. അരുൺകുമാർ, വേട്ടക്കാരെവിടെയുണ്ടോ ആ വേട്ടക്കാരെ പൂട്ടിടാൻ റിപ്പോർട്ടർ SIT ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഇപ്പോൾ വരുന്ന നിതിൻ മോഹൻദാസിനെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം വിശദമായി ചോദ്യം ചെയ്യുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സോണൽ കൃഷ്ണയും ഒപ്പം ഷഹദുമാണ് ഈ കേസിന്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്നത്.